നമസ്കാരം. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങി. വത്തിക്കാനിലെ വസതിയിൽ പ്രാദേശിക സമയം പുലർച്ചെ 7:35 അന്ത്യം. 88 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തത് വിശ്വാസി സമൂഹം വലിയ ആഘാതത്തോടെയാണ് കേട്ടത്. ആഗോള കത്തോലിക്ക സഭയുടെ നാഥനാണ് കാലം ചെയ്തത്. ഈസ്റ്റർ ദിനത്തിൽ വിശ്വാസികളെ കണ്ട ഈസ്റ്റർ സന്ദേശം നൽകിയിരുന്നു. 2013 മാർച്ച് 13 ഇദ്ദേഹം കത്തോലിക്ക സഭയുടെ 266ാമത് പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ന്യൂമോണിയ ബാധയിൽ നിന്നും സുഖം പ്രാപിച്ചു വരുന്ന 88-കാരനായ അദ്ദേഹം വളരെ കുറച്ചു നേരമാണ് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ ബാൽക്കണിയിൽ വിശ്വാസികൾക്ക് ഇന്നലെ ദർശനം നൽകിയത്. സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ തടിച്ചുകൂടിയ ആയിരങ്ങൾക്ക് നേരെ കൈവീശി ഈസ്റ്റർ ആശംസകൾ നേർന്ന് സംസാരിച്ചതോടെ അദ്ദേഹം പഴയ ആരോഗ്യത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു വിശ്വാസി സമൂഹം. എന്നാൽ ഇതുണ്ടായില്ല. ഇറ്റാലിയൻ റെയിൽവേ ജീവനക്കാരന്റെ 5 മക്കളിൽ ഒരാളായി 1936 ഡിസംബർ മാസം 17 അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിൽ മാർപ്പാപ്പ ജനിക്കുന്നത്. 1969 ഡിസംബർ 13 ആർച്ച് ബിഷപ്പ് റമോൻ ജോസ് കാസ്റ്റലോനിയിൽ നിന്നും പട്ടം സ്വീകരിച്ചു. 1973 ജൂലൈ 31 അർജന്റീനയിലെ ജസ്യൂട്ട് സന്യാസ സമൂഹത്തിന്റെ പ്രൊവിൻഷ്യലായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1986 മാർച്ചിൽ ജർമ്മനിയിലെത്തി PhD പഠനം പൂർത്തിയാക്കി. ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന അന്റോണിയോ ഖറോസീനോയുടെ അഭ്യർത്ഥന പ്രകാരം ജോർജ് ബെർഗോളിയെ ബിഷപ്പാക്കുവാൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തീരുമാനിച്ചു. 1992 മെയ് 20 സഭയുടെ ഉത്തരവിന് പിന്നാലെ ഫാദർ ജോർജ് ബെർഗോളിയെ മെയ് 27 ബിഷപ്പായി അഭിഷിക്തനാക്കി. തുടർന്ന് ബ്യൂണസ് ഐറീസിന്റെ സഹായ മെത്രാൻ, ഔക്ക രൂപതയുടെ മെത്രാൻ എന്നീ ചുമതലകളിലും നിയമിക്കപ്പെട്ടു. 1997 ജൂൺ 3 ജോർജ് ബെർഗോളി ഓക്സിലറി ആർച്ച് ബിഷപ്പായി. 9 മാസങ്ങൾക്ക് ശേഷം കർദിനാൾ ആന്റോണിയോ ക്വാറിസിനോ കാലം ചെയ്തതിനെ തുടർന്ന് ബ്യൂണസ് ഐറിസിന്റെ ആർച്ച് ബിഷപ്പായി ജോർജ് ബെർഗോളി നിയമിക്കപ്പെട്ടു. 1998 ഫെബ്രുവരി 28 ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായി ചുമതലയേൽക്കുകയും അർജന്റീനയിലെ കിഴക്കൻ സഭകളുടെ ആരാധന സമിതിയുടെ ചുമതലകളും നൽകി. 2001 ഫെബ്രുവരി 21 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജോർജ് ബെർഗോളിയെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി. 2001 കർദിനാളായി. ആർച്ച് ബിഷപ്പായിരിക്കുമ്പോൾ ഔദ്യോഗിക വസതി ഒഴിവാക്കി നഗരപ്രാന്തത്തിലെ ചെറിയ അപ്പാർട്ട്മെന്റിൽ താമസിച്ചു. സാധാരണക്കാർക്കൊപ്പം പൊതുവാഹനങ്ങളിൽ സഞ്ചരിച്ചു. കർദിനാൾ പദവി ലഭിച്ച ശേഷം ബെർഗോളി ബിഷപ്പുമാരുടെ സിനഡിന്റെ ജനറൽ റിലേറ്റർ പദവി നൽകി. ജോൺ പോൾ രണ്ടാമന്റെ മരണത്തിനു ശേഷം 2005 ചേർന്ന കോൺക്ലേവിൽ ജോർജ് ബെർഗോളിയും പങ്കെടുത്തു. 2013 മാർച്ച് 13 നടന്ന കോൺക്ലേവിൽ സഭാ ചരിത്രത്തിലെ 266ാമത്തെ മാർപ്പാപ്പയായി അർജന്റീനക്കാരനായ കർദിനാൾ ജോർജ് മെരിയോ ബെർഗോളിയെ തെരഞ്ഞെടുത്തു. ഫ്രാൻസിസ് ഒന്നാമൻ എന്ന നാമത്തിൽ മാർപ്പാപ്പയായി സ്ഥാനമേറ്റു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുന്നത്. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഉത്തമോദാഹരണവും രണ്ടാം ക്രിസ്തുവെന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമമാണ് അദ്ദേഹം സ്വീകരിച്ചത്. എന്നാൽ ഈ പേരിനെ ചൊല്ലി വാദപ്രതിവാദങ്ങളും നിലനിന്നു. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട ജീവിതം, ലാളിത്യത്തിന്റെ പര്യായം, അതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. വ്യക്തിപരമായ ആഘോഷങ്ങളോട് ആഭിമുഖ്യമില്ലാത്ത മാർപ്പാപ്പ തന്റെ പൂർവികരുടെ നിന്നും കൂടുതൽ ലളിതമായി ജീവിതം നയിച്ച വ്യക്തിത്വം കൂടിയായിരുന്നു. കർദിനാൾ സ്ഥാന സമയത്തെ രീതികൾ തന്നെയാണ് ഇവിടെയും മാർപ്പാപ്പയതിനു ശേഷവും തുടർന്നത്. മാർപ്പാപ്പയ ശേഷവും ലാളിത്യം എന്ന മുഖമുദ്ര കൈവിടാതെ വത്തിക്കാൻ പാലസ് ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിലെ സാധാരണ മുറിയിൽ താമസമാക്കിയ വിശിഷ്ട വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ.